കസേരയിൽ കയറിയിരിക്കേണ്ടതാണ്. വേദിയിൽ നിൽക്കുന്ന ആളുകൾ കസേരയിൽ കയറിയിരിക്കുക. പ്രകടനം കടന്ന് മുഴുവൻ ആളുകളും ഗ്രൗണ്ടിൽ വന്നിരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലത്തോളം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ജനകീയ സമരങ്ങൾ നടന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വർഷത്തെ മെയ് ദിനം നാം ആചരിക്കുന്നത്. തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള എല്ലാ തൊഴിലവകാശങ്ങളും ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ മറുഭാഗത്ത് നാം ഇന്നലെ വരെ പടുത്തുയർത്തിയിട്ടുള്ള രാജ്യത്തിന്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ യൂണിയനുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ തൊഴിലാളി സഖാക്കളെയും സുഹൃത്തുക്കൾ ഈ മഹാറാലിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിവിധ വർഗ സംഘടനകളും ഈ റാലിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ ആളുമായി ഉദ്ഘാടനം ചെയ്യുന്നത് CITയുടെ സംസ്ഥാന പ്രസിഡന്റും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായ സഖാവ് കക്കട്ടിൽ, അതേപോലെ തന്നെ ഈ റാലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് CITയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സഖാവ് PC സുരേഷ്, അതേപോലെ തന്നെ CITയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായ സഖാവ് CC രതീഷ്, CITയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ബിന്ദു തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ഉയർന്ന പന്ഥാവിലേക്ക് എത്തിച്ചേർന്നു എന്നതിന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ മെയ് ദിനവും. എന്നറിയാം, സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പാചകപ്പുരയിൽ തൊഴിലാളി വർഗത്തെ കശാപ്പ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള കൂരമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ദ്രപ്രസ്ഥയിലെ നരേന്ദ്രമോദിയുടെ പാചകപ്പുരയിൽ തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താൻ ആവശ്യമായ തരത്തിലുള്ള ഓരോരോ പാരമ്പര്യത്തിലെത്തിയിരിക്കുക. നേരത്തെ സഖാവ് വീണ്ടും സൂചിപ്പിച്ചു, നമ്മുടെ കടലും കരയും നമ്മുടെ ആകാശവും നമ്മുടെ തുറമുഖങ്ങളും നമ്മുടെ ടവറുകളും എങ്ങനെയാണ് ചങ്ങാത്ത മുതലാളിത്തം അതിന്റെ പരകോടിയിൽ എത്തിച്ചേരുക എന്നുള്ള ഉദാഹരണമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുക. രീതികളിൽ നിന്ന് കൊണ്ടാടാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്രയും ഭീകരമായ രൂപം മുഴുവൻ തന്നെ വെട്ടിക്കൂട്ടുന്ന തള്ളമാരാണെന്നും അവർക്കൊരിക്കലും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ താലിമാല പോലും പിടിച്ചു പറ്റാനുള്ള വ്യക്തി ഏത് കശാപ്പുകാരന്റെയും അവരുടെ കയ്യിൽ ഏത് മാരകായുധങ്ങളെയും നിഷ്പ്രഭമാക്കാൻ പോകുന്ന തരത്തിലുള്ള CITയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അതേപോലെ CITയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ഉദ്ഘാടനം ചെയ്യും. കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി തൊഴിലാളികൾ മുഴുവൻ കേൾക്കണമെന്നും സഖാവ് രാമേശ്വരൻ. സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, മെയ് ദിനം തൊഴിൽ ചെയ്യുന്ന എല്ലാവരിലും വലിയ തോതിൽ വൈകാരിക നില സൃഷ്ടിക്കുന്ന
ഒരു ദിവസമാണ്. മെയ് ദിന പോരാട്ടം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ഈ ആവശ്യങ്ങളാണ് തൊഴിലാളി വർഗം മെയ് ദിന പോരാട്ടത്തിന് അടിസ്ഥാനമായി ഉന്നയിച്ചത്. എന്നാൽ വിധിക്കപ്പെട്ട തൊഴിലാളികൾ അവരുടെ തൊഴിൽ സമയത്തിൽ മാറ്റം വരുത്തുന്നതിന് മെയ് ദിന പോരാട്ടങ്ങൾക്ക് മുമ്പ് തന്നെ ഉന്നയിച്ച് സമരത്തിൽ വരികയും ആ ആവശ്യം നേടിയെടുക്കാനും മെയ് ദിന പോരാട്ടങ്ങൾക്ക് മുമ്പായി തന്നെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1886 മെയ് മാസത്തിലാണ് മെയ് ദിനത്തിന് അടിസ്ഥാനമായ സമരങ്ങൾ ചിക്കാഗോ കേന്ദ്രമായി, അമേരിക്കയിലെ ചിക്കാഗോ കേന്ദ്രമായി വിപുലപ്പെടുന്നത്. 1890 സമ്മേളിച്ച അഖിലേന്ത്യാ തൊഴിലാളി സംഘടനകളുടെ സംഘടനാ രൂപം അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ. ഒന്നാം ഇന്റർനാഷണൽ തന്നെ തൊഴിലാളി 8 മണിക്കൂർ ജോലി വ്യവസ്ഥ നേടുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ഉജ്ജ്വല സ്മരണ എന്നുള്ള നിലയിൽ 1890, 1889 സമ്മേളിച്ച കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ 1890 മുതൽ മെയ് ദിനം ലോകത്താകമാനം ആചരിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 134 വർഷമായി മെയ് ദിനം ലോകത്തിലെ തൊഴിലാളി വർഗം വളരെ അഭിമാനബോധത്തോടെ ആചരിച്ചു വരികയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവത്യാഗം ചെയ്യേണ്ടി വന്ന തൊഴിലാളി പ്രവർത്തകർക്കും തൊഴിലാളി നേതാക്കൾക്കുമുള്ള ആദരം എന്നുള്ള നിലയിലാണ്